പീപ്പിൾ എക്സ്ക്ലൂസീവ് കൃഷിവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അഴിമതി മൂലം സംസ്ഥാനത്തെ കാർഷിക രംഗത്ത് 1000 കോടി രൂപയുടെ നഷ്ടം. അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്തുകൾ എന്ന പേരിൽ കൃഷിഭവൻ വഴി കർഷകർക്ക് നൽകിയത് പതിര് കലർത്തിയ നെൽവിത്തുകൾ. കൃഷിവകുപ്പിൽ കഴിഞ്ഞ കാലത്ത് നടന്നത് സംഘടിത കൊള്ളയെന്ന അന്വേഷണ റിപ്പോർട്ട്. ഞെട്ടിക്കുന്ന കണ്ടെത്തൽ സ്പെഷ്യൽ വിജിലൻസ് സെല്ലിന്റെ അന്വേഷണ റിപ്പോർട്ടിലാണുള്ളത്. സംസ്ഥാന വിത്ത് വികസന അതോറിറ്റിയിലെ ക്രമക്കേടിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. കൃഷി വകുപ്പിലെ മുൻ ഡയറക്ടർ അശോക് കുമാർ തെക്കനെയും ഉന്നത ഉദ്യോഗസ്ഥയായ PK ബീനയെയും സസ്പെൻഡ് ചെയ്തതിന് ആധാരമായ അന്വേഷണ റിപ്പോർട്ടിലാണ് കേരളത്തിന്റെ കാർഷിക മേഖലയെ കുളം തോണ്ടിയ അഴിമതിയുടെ വിശദാംശങ്ങളുള്ളത്. എറണാകുളം കാലടിയിൽ പ്രവർത്തിക്കുന്ന കേരള അഗ്രോ സീഡ്സ് എന്ന സ്ഥാപനത്തിൽ നിന്ന് കൃഷി വകുപ്പ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 68 കോടിയിലേറെ രൂപയുടെ വിത്തിനങ്ങളാണ് വാങ്ങിക്കൂട്ടിയത്. കർണാടക കൃഷി വകുപ്പിന്റെ അംഗീകൃത വിതരണ ഏജൻസി എന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു സ്ഥാപനം വിത്തിനങ്ങൾ വിതരണം ചെയ്തത്. ടെൻഡറും ധാരണാപത്രവും ഇല്ലാതെയാണ് ഇത്തരം ഒരു വൻകിട കരാറിൽ സംസ്ഥാന വിത്ത് വികസന ഏജൻസി ഏർപ്പെട്ടത്. മുളയ്ക്കാൻ സാധ്യതയില്ലാത്ത പതിര് കലർന്ന നെല്ല് വിത്തിനൊപ്പം കൂട്ടിക്കലർത്തി കൃഷിഭവനുകൾ വഴി കർഷകർക്ക് വിതരണം ചെയ്തു എന്ന ഗുരുതര കണ്ടെത്തലും റിപ്പോർട്ടിലുണ്ട്. ഇതേ തുടർന്ന് വിവിധ പാടശേഖര സമിതികളും കർഷകരും പരാതിയുമായി രംഗത്തെത്തിയതായി കൃഷിവകുപ്പിലെ ആഭ്യന്തര വിജിലൻസ് തലവൻ അനിൽകുമാർ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഉന്നത ഉദ്യോഗസ്ഥരുടെ അഴിമതി മൂലം കാർഷിക രംഗത്ത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 1000 കോടി രൂപയുടെ ഉൽപാദന നഷ്ടം ഉണ്ടായതായുള്ള ഞെട്ടിക്കുന്ന കണ്ടെത്തലും റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ട്. കർണാടക സീഡ് കോർപ്പറേഷന്റെ വിത്തെന്ന് കേരള കൃഷി വകുപ്പിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഉന്നത ഉദ്യോഗസ്ഥരായിരുന്ന PK ബീനയും KJ ഒനീലും കരാറിലേർപ്പെട്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നാഷണൽ സീഡ് കോർപ്പറേഷനിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് വിത്തിനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നിരിക്കെ കൂടിയ വിലയ്ക്ക് സ്വകാര്യ സ്ഥാപനവുമായി കരാറിലേർപ്പെട്ടതുവഴി സർക്കാർ ഖജനാവിന് കോടികളുടെ വരുമാന നഷ്ടമുണ്ടായതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കൃഷി വകുപ്പിൽ വിവിധ കാലയളവുകളിൽ ജോലി നോക്കിയിരുന്ന ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുതൽ കൃഷി അസിസ്റ്റന്റ് വരെയുള്ള 16ഓളം ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണവും വകുപ്പ് തല നടപടിയും വേണമെന്നും കൃഷി വകുപ്പിനെയും സർക്കാരിനെയും വഞ്ചിച്ച കേരള അഗ്രോ സീഡ്സ് എന്ന സ്ഥാപനത്തെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. തൃശൂർ മതിലകത്ത് കള്ളനോട്ടടി യന്ത്രവുമായി പിടിയിലായ BJP പ്രവർത്തകൻ വ്യാജ കറൻസികൾ വിതരണം ചെയ്ത് കബളിപ്പിച്ചത് തീരദേശ മേഖലയിലെ സാധാരണക്കാരെ. മത്സ്യത്തൊഴിലാളികൾക്കും ലോട്ടറി വിൽപ്പനക്കാർക്കും പെട്രോൾ പമ്പുകളിലും കള്ളനോട്ടുകൾ നൽകിയതായി പോലീസ് കണ്ടെത്തി. സംഭവത്തിൽ BJP നേതാക്കളുടെ ബന്ധം അന്വേഷിക്കണമെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. യന്ത്ര സംവിധാനങ്ങൾ ഒരുക്കി വീട്ടിൽ കള്ളനോട്ട് നിർമ്മിച്ച് പിടിയിലായ യുവമോർച്ച നേതാവ് ഏരാച്ചേരി രാഗേഷ് വ്യാജനോട്ടുകൾ നൽകി നിരവധി സാധാരണക്കാരെ കബളിപ്പിച്ചതായാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. വേണ്ടത്ര സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാത്ത തീരദേശ മേഖലയാണ് നോട്ടുകളുടെ വിതരണത്തിനായി തിരഞ്ഞെടുത്തത്. മത്സ്യത്തൊഴിലാളികൾ, ലോട്ടറി വിൽപ്പനക്കാർ, പെട്രോൾ പമ്പുകൾ തുടങ്ങി തിരക്കേറിയ ചെറിയ വ്യാപാര കേന്ദ്രങ്ങളിൽ വരെ രാഗേഷും സഹോദരൻ രാജീവും കള്ളനോട്ടുകൾ കൈമാറ്റം ചെയ്തു. പ്രാദേശികമായി പണം പലിശയ്ക്ക് നൽകിയിരുന്ന സഹോദരങ്ങൾക്കെതിരെ നിരവധി പരാതികൾ ഇടപാടുകാർ നൽകിയിരുന്നു. പലിശയ്ക്ക് നൽകിയ പണത്തിലും വ്യാജ കറൻസികൾ വിതരണം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. വൻതോതിൽ കള്ളനോട്ടുകൾ വ്യാപകമാകുന്നുവെന്നും സംഭവത്തിൽ മറ്റ് BJP നേതാക്കൾക്ക് പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണമെന്നും CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ 2 പേരെയാണ് പ്രതികളാക്കിയിരിക്കുന്നത്, ഒരു ചേട്ടനേനിയനും. അവർ മാത്രമല്ല, ഉന്നതങ്ങൾ ഇതിൽ പങ്കുണ്ടാവും. ആ ഉന്നതങ്ങളിലെ പങ്കിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്താൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറാകണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് അഭ്യർത്ഥിക്കാനുള്ളത്. അതിനിടെ പിടിയിലായ രാഗേഷ് BJP സംസ്ഥാന നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായത് നേതൃത്വത്തെ വെട്ടിലാക്കി. കള്ളപ്പണത്തിനെതിരെ ശോഭാ സുരേന്ദ്രൻ നടത്തിയ ജാഥയുടെ പോസ്റ്ററിലും ഇയാളുടെ ചിത്രം ഉണ്ടായിരുന്നു. പിടിയിലായ BJP 5ാം പരുത്തി ബൂത്ത് പ്രസിഡന്റ് രാഗേഷിനെ കോടതിയിൽ ഹാജരാക്കി. ഒളിവിൽ പോയ ഇയാളുടെ സഹോദരൻ രാജീവ സംസ്ഥാനം വിട്ടുവെന്ന സൂചനയെ തുടർന്ന് അന്വേഷണം അന്യസംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നടി ആക്രമിക്കപ്പെട്ട സംഭവം പുതിയ വഴിത്തിരിവിലേക്ക്. ADGP B സന്ധ്യ നടിയിൽ നിന്നും വീണ്ടും മൊഴിയെടുത്തു. നടിയെ ആക്രമിച്ചതിനു പിന്നിൽ സിനിമാ മേഖലയിലുള്ളവർക്ക് ബന്ധമുണ്ടെന്ന പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും മൊഴിയെടുത്തത്. പുതിയ വെളിപ്പെടുത്തൽ പ്രമുഖ നടനെതിരെയുള്ള ട്രാപ്പാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാക്കനാട് സഹതടവുകാരനായ ജിൻസനോടാണ് പൾസർ സുനി പുതിയ വെളിപ്പെടുത്തൽ നടത്തിയത്. നടിയെ ആക്രമിച്ചതിന് പിന്നിൽ സിനിമാ രംഗത്തുള്ളവർക്ക് ബന്ധമുണ്ടെന്നായിരുന്നു വെളിപ്പെടുത്തൽ. പ്രമുഖ നടന്റെ കൊട്ടേഷൻ പ്രകാരമാണ് തട്ടിക്കൊണ്ടുപോയതെന്നും നടിയുടെ യാത്രാ വിവരങ്ങൾ സുനിക്ക് കൈമാറിയത് നടനുമായി അടുത്ത ബന്ധമുള്ള സംവിധായകനാണെന്നും പൾസർ സുനി ജിൻസനോട് പറഞ്ഞതായാണ് വിവരം. കൂടാതെ പണം തന്നില്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു പറയുമെന്ന് ചൂണ്ടിക്കാട്ടി ജിൻസൺ മുഖാന്തരം പൾസർ സുനി സംവിധായകന് കത്ത് കൈമാറിയെന്നും വിവരം പുറത്തു വന്നിരുന്നു.
ഈ സാഹചര്യത്തിൽ ജിൻസണിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട്. ജിൻസന്റെ 164 പ്രകാരം കോടതിയിൽ നിന്ന് മൊഴിയെടുപ്പിക്കാനുള്ള നീക്കവും പോലീസ് നടത്തുന്നുണ്ട്. പുതിയ വെളിപ്പെടുത്തലിന്റെയും സംഭവവികാസങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ADGP B സന്ധ്യയുടെ നേതൃത്വത്തിൽ നടിയിൽ നിന്നും വീണ്ടും മൊഴിയെടുത്തത്. പൾസർ സുനിയുടെ വെളിപ്പെടുത്തലിൽ പറയുന്ന സംവിധായകനെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. കഴിഞ്ഞ ഫെബ്രുവരി 17 രാത്രിയാണ് നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചത്. ഏപ്രിൽ 18 പൾസർ സുനി ഉൾപ്പെടെ 7 പ്രതികൾക്കെതിരെ കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു. പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സംഘം കൂടുതൽ അന്വേഷണം നടത്തി അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്വകാര്യ ചടങ്ങുകളിൽ മദ്യം വിളമ്പുന്നതിന് അധികൃതരുടെ അനുമതി വേണ്ടെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. എന്നാൽ അനുവദനീയമായ പരിധിക്കപ്പുറം മദ്യം കൈവശം വെക്കരുതെന്നും ഇത്തരം ചടങ്ങുകളിൽ മദ്യവിൽപ്പന പാടില്ലെന്നും കോടതി ഉത്തരവിലുണ്ട്. സ്വകാര്യ ചടങ്ങുകളിൽ മദ്യം വിളമ്പിയാൽ ഉദ്യോഗസ്ഥർ ഇടപെടരുതെന്നും കോടതി നിർദ്ദേശിച്ചു. നിലവിൽ സ്വകാര്യ ചടങ്ങുകളിൽ മദ്യം വിളമ്പുന്നതിന് എക്സൈസ് വകുപ്പിന്റെ താൽക്കാലിക ലൈസൻസ് ആവശ്യമാണ്. 50,000 രൂപ അടച്ച് FL6 ലൈസൻസ് എടുക്കുന്നവർക്ക് മാത്രമേ സ്വകാര്യ ചടങ്ങിലാണെങ്കിൽ പോലും നിലവിൽ മദ്യം വിളമ്പാൻ അനുമതി ലഭിക്കൂ. ഇതിനെതിരെ കോട്ടയം സ്വദേശിയായ അലക്സ് എന്ന വിദേശ മലയാളിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. വിവാഹം, മാമോദിസ തുടങ്ങിയ ചടങ്ങുകളിൽ മദ്യം വിളമ്പുന്നതിന് അനുമതി വേണമെന്ന വ്യവസ്ഥ എടുത്തുകളയണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ്. സ്വകാര്യ ചടങ്ങുകളിൽ മദ്യം വിളമ്പുന്നതിന് എക്സൈസ് വകുപ്പിന്റെ അനുമതി വേണ്ടെന്ന് ഉത്തരവിൽ പറയുന്നു. വീടുകളിലെ സ്വകാര്യ ചടങ്ങുകളിൽ മദ്യം വിളമ്പിയാൽ എക്സൈസ് ഉദ്യോഗസ്ഥർ ഇടപെടാൻ പാടില്ല. എന്നാൽ ഇത്തരം ചടങ്ങുകളിൽ ഒരു തരത്തിലുള്ള മദ്യവിൽപ്പനയും പാടില്ലെന്നും ഉത്തരവിലുണ്ട്. പരമാവധി 15 ലിറ്റർ വരെ മദ്യം മാത്രമേ ഇത്തരം ചടങ്ങുകളിൽ വിളമ്പാൻ അനുവദിക്കൂ എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഹോട്ടലുകളിലും മറ്റും സംഘടിപ്പിക്കുന്ന മദ്യസൽക്കാരങ്ങൾക്ക് ഇളവ് ബാധകമല്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചിയിൽ ആനക്കൊമ്പ് കൈവശം വെച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതി മനീഷ് ഗുപ്തയെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തു. കൊച്ചിയിലെ മനീഷ് ഗുപ്തയുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. വിവരങ്ങളുമായി നികേഷ് ശ്രീധർ ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. നികേഷ്, എപ്പോഴായിരുന്നു അറസ്റ്റ്? അഞ്ജു, മനീഷ് ഗുപ്തയെ കൊച്ചിയിൽ വെച്ച് തന്നെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത്. വനം വകുപ്പിലെ DFO പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മനീഷ് ഗുപ്തയെ പിടികൂടിയത്. വാരണാസി സ്വദേശിയായ മനീഷ് ഗുപ്തയ്ക്കായി വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ വ്യാപകമായ തെരച്ചിൽ നടത്തിയിരുന്നു. മനീഷ് ഗുപ്ത കോയമ്പത്തൂരിലേക്ക് കടന്നതായിരുന്നു സൂചന. പക്ഷേ ഇന്ന് മനീഷ് ഗുപ്ത കൊച്ചിയിലെത്തിയപ്പോൾ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ബുധനാഴ്ചയാണ് മനീഷ് ഗുപ്തയുടെ വീട്ടിൽ നിന്നും കടവന്ത്രയിലെ വീട്ടിൽ നിന്നും ആനക്കൊമ്പും ചന്ദനവും വനംവകുപ്പിന്റെ ഫ്ലൈയിങ് സ്ക്വാഡ് പിടികൂടിയത്. അതോടൊപ്പം തന്നെ ശിങ്കാരിമാനിന്റെ കൊമ്പും 50ഓളം മദ്യക്കുപ്പുകളും പിടികൂടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മനീഷ് ഗുപ്തയ്ക്കെതിരെ കേസെടുത്തിരുന്നു. വാരണാസി സ്വദേശിയാണ് മനീഷ് ഗുപ്ത. ആനക്കൊമ്പുകൾ കൈവശം വെക്കാനുള്ള അനുമതി മനീഷ് ഗുപ്തയ്ക്കില്ലായിരുന്നു. മറയൂർ സ്വദേശിയായ ജോസിന്റെ പേരിലുള്ളതായിരുന്നു ആനക്കൊമ്പുകൾ. ഇത് മനീഷ് ഗുപ്തയുടെ കൈവശം എങ്ങനെ എത്തിയെന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുകയാണ് വനം വകുപ്പ്. ഇപ്പോൾ എറണാകുളം പാലാരിവട്ടത്തെ വനം വകുപ്പിന്റെ ഓഫീസിൽ മനീഷ് ഗുപ്തയെ എത്തിച്ചിട്ടുണ്ട്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് കോടനാട്ടെ റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോകും. ഇതിനുശേഷം നാളെ കുറുപ്പംപടി കോടതിയിൽ പ്രതിയെ ഹാജരാക്കും. അഞ്ജു, ശരി. കൊച്ചിയിൽ ആനക്കൊമ്പ് കൈവശം വെച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതി മനീഷ് ഗുപ്തയെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വിവരങ്ങളാണ് നികേഷ് നൽകിയത്. രാജസ്ഥാനിൽ പാവപ്പെട്ട ജനങ്ങളെ ദരിദ്രരെന്നും അതിദരിദ്രരെന്നും ചാപ്പകുത്തുന്ന BJP സർക്കാരിന്റെ നടപടി പ്രാകൃതവും അപരിഷ്കൃതവുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാസി അധിനിവേശ പ്രദേശങ്ങളിൽ ജൂതരും ന്യൂനപക്ഷ വിഭാഗങ്ങളും അടങ്ങുന്നവരെ പ്രത്യേക ചേരികളിൽ തള്ളിയ ഹിറ്റ്ലറുടെ നടപടിയെ ഓർമ്മിപ്പിക്കുന്നതാണിത്. പൊതുവിതരണ സംവിധാനത്തിന് ജനങ്ങളിൽ നിന്ന് ശക്തമായ ആവശ്യം ഉയരുമ്പോഴാണ് പാർപ്പിടത്തിന് മുന്നിൽ ഞാൻ ദരിദ്രൻ, അതിദരിദ്രൻ എന്നിങ്ങനെ പെയിന്റ് ചെയ്തു വെച്ച് രാജസ്ഥാൻ സർക്കാർ ജനങ്ങളെ വേർതിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സ്വന്തം വീടിന്റെ ചുവരിൽ ദരിദ്ര പ്രഖ്യാപനം നടത്തിയാൽ മാത്രം ഭക്ഷ്യ സബ്സിഡി ലഭിക്കുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ വേർതിരിവും അസന്തുഷ്ടിയുമാണ് സൃഷ്ടിക്കുക. ദരിദ്ര ജനങ്ങൾക്ക് ദാരിദ്ര്യം പതിച്ചു നൽകി മാറ്റി നിർത്തുന്നതാണ് രാജസ്ഥാൻ സർക്കാരിന്റെ നടപടിയെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കോഴിക്കോട് ചെമ്മനോടയിൽ കർഷകൻ ആത്മഹത്യ ചെയ്ത വില്ലേജ് ഓഫീസിൽ രേഖകൾ തിരുത്തിയെന്ന പരാതിയിൽ വിജിലൻസ് പരിശോധന നടത്തി. സംഭവത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് ജില്ലാ കളക്ടറുടെ പ്രാഥമിക റിപ്പോർട്ട്. നികുതി സ്വീകരിക്കുന്നതിൽ അനാവശ്യ കാലതാമസം വരുത്തിയെന്നാണ് കണ്ടെത്തൽ.
ചെമ്പനോടയിലെ കർഷകൻ ജോയി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായാണ് കോഴിക്കോട് ജില്ലാ കളക്ടറുടെ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. കരം സ്വീകരിക്കാനുള്ള നടപടിക്രമങ്ങളിൽ അനാവശ്യ കാലതാമസമുണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വില്ലേജ് ഓഫീസർക്കും അസിസ്റ്റന്റിനും തുല്യ ഉത്തരവാദിത്തമാണുള്ളത്. സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിലാണ് കളക്ടർ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. സംഭവത്തെക്കുറിച്ച് ഡെപ്യൂട്ടി കളക്ടർ വിശദമായ അന്വേഷണം നടത്തും. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനും കളക്ടർ UV ജോസ് നിർദ്ദേശം നൽകി. അതേസമയം കരമടക്കലിൽ തർക്കം നിലനിന്ന ജോയിയുടെ ഭാര്യയുടെ പേരിലുള്ള 80 സെന്റ് സ്ഥലത്തിന്റെ നികുതി സഹോദരൻ ചെമ്പനോട വില്ലേജ് ഓഫീസിൽ അടച്ചു. ജോയിയുടെ പേരിലുള്ള സ്ഥലത്തിന്റെ രേഖകളിൽ തിരുത്തൽ വരുത്തിയെന്ന ആക്ഷേപവും കുടുംബാംഗങ്ങൾ ഈ സമയത്ത് ഉന്നയിച്ചു. അപ്പൊ വെറുതെ അവിടെ ബുക്കിൽ ഒരു ഫോറസ്റ്റ് അങ്ങോട്ട് എഴുതി വെച്ചു, എന്നിട്ട് അതിന്റെ പേര് കൊടുക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ ഇത് ഇത്രയും കാലം ആരും പ്രതികരിക്കുകയില്ല, ആരും ചോദിക്കുകയില്ല. ഇത് ഒറ്റപ്പെട്ടവനുള്ള അവൻ വരുമ്പോൾ അവൻ ഇവരും പറയുന്നത് കേട്ട് അങ്ങോട്ട് പോകും. ഇതിപ്പോ ഇങ്ങനെ ഒരു വിഷയം ഒരുത്തന്റെ ജീവൻ കൊടുക്കേണ്ട വന്നുകൊണ്ടാണ് ഇപ്പൊ ഇതിനെല്ലാം ചോദ്യം വന്നത്. അല്ല അതാ ഇവരെ കാണിക്കട്ടെ. രേഖ തിരുത്തിയെന്ന പരാതിയിൽ വിജിലൻസ് ഡിവൈഎസ്പി സാബുവിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിൽ റെയ്ഡ് നടന്നു. 4 മണിക്കൂറോളം നീണ്ട പരിശോധനയിൽ ചില പ്രധാന രേഖകൾ സംഘം ഓഫീസിൽ നിന്ന് കണ്ടെടുത്തു. വർഷങ്ങളായി നികുതി അടയ്ക്കാൻ കഴിയാത്തവർ കൂട്ടത്തോടെ കരമടയ്ക്കാനെത്തിയതും വലിയ തർക്കത്തിന് കാരണമായി. പേരാമ്പ്ര CI വില്ലേജ് ഓഫീസിൽ എത്തിയ ശേഷമാണ് തർക്കം അവസാനിച്ചത്. ആത്മഹത്യയിൽ പോലീസ് അന്വേഷണവും പുരോഗമിക്കുകയാണ്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പേരാമ്പ്ര പോലീസ് വീട്ടിലെത്തി ജോയിയുടെ ഭാര്യയുടെയും ബന്ധുക്കളുടെയും മൊഴി ശേഖരിച്ചു. സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജൂലൈ 1 മുതൽ നടപ്പിൽ വരുന്ന GST സമ്പ്രദായത്തിലൂടെ കേരളത്തിന് നികുതി നേട്ടമുണ്ടാകുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. സാധനങ്ങൾക്ക് വില കൂടുമെന്ന പ്രചരണം ശരിയല്ലെന്നും എന്നാൽ ഹോട്ടലുകൾക്കുള്ള 5% നികുതി സാധാരണക്കാരനെ ബാധിക്കുമെന്നും ഐസക് വ്യക്തമാക്കി. ജൂലൈ 1 മുതൽ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്ന GST സംവിധാനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും കേരളം പൂർത്തിയാക്കിയതായി ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി. 76% വ്യാപാരികളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കണക്കുകൂട്ടലുകൾ അനുസരിച്ച് 14 മുതൽ 20% നികുതി വർധനവാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. GST നടപ്പിൽ വരുമ്പോൾ വില വർധന ഉണ്ടാകുമെന്ന പ്രചരണം ശരിയല്ലെന്നും ഐസക് പറഞ്ഞു. GST രജിസ്ട്രേഷനുള്ള ആർക്കും ലോട്ടറി വിൽപ്പന നടത്താമെന്ന നില നിയന്ത്രിക്കാൻ ലോട്ടറിയുടെ മേൽ പരമാവധി നികുതി ഏർപ്പെടുത്തുമെന്നും ഐസക് വ്യക്തമാക്കി. മറ്റ് സംസ്ഥാനങ്ങൾ ഇടനിലക്കാർ വഴി നടത്തുന്ന ലോട്ടറി മാഫിയ വഴി നടത്തുന്ന ലോട്ടറികളെ കേരളത്തിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നികുതി പരമാവധിയാക്കുക, മേക്ക് ഇറ്റ് അൺപ്രോഫിറ്റബിൾ. സംസ്ഥാനത്തിന് മുഴുവൻ നികുതി, മുതലും കുറച്ച് നികുതി പോയാൽ പോലും പാതി കിട്ടുമല്ലോ. അതുകൊണ്ട് നമുക്ക് നട്ടമില്ല നടത്താം. 1 ലക്ഷം പേരുള്ളവർക്ക് അവരുടെ ഉപജീവനം നടക്കുകയും ചെയ്യും. ജൂലൈ 1 എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ GSTയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകും. സംശയങ്ങൾ ജനങ്ങൾക്ക് ഓൺലൈനിലായി അയക്കാം. പോസ്റ്റ് GST questions@kerala.co.in എന്ന ഇമെയിൽ അഡ്രസ്സിലാകണം സംശയങ്ങൾ ഉന്നയിക്കാൻ. ഓൺലൈനായിട്ട് ഇവിടെ കമ്മീഷണറേറ്റിലേക്ക് എന്ത് സംശയങ്ങൾ വേണമെങ്കിലും ഏത് ഓർഗനൈസേഷനും അയച്ചു തരാവുന്നതാണ്. അപ്പോൾ പോസ്റ്റ് GST questions@kerala.government.in എന്നുള്ളതാണ്. പോസ്റ്റ് GST questions ഒറ്റ വാക്ക് @kerala.government.in വായിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അച്ചടിച്ചും അവിടെ വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഖത്തർ പ്രതിസന്ധി മറികടക്കാൻ 13 ഉപാധികളുമായി UAEയും സൗദിയും രംഗത്ത്. അൽ ജസീറ TV അടച്ചുപൂട്ടുക, ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം നിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകാൻ തീരുമാനം. ഖത്തർ പ്രതിസന്ധിയിൽ മധ്യസ്ഥം വഹിക്കുന്ന കുവൈറ്റാണ് ഉപാധികൾ ഖത്തറിനെ അറിയിച്ചത്. ഖത്തർ പ്രതിസന്ധി പരിഹരിക്കാൻ സൗദി അറേബ്യയും UAEയും വെച്ച 13 ഉപാധികൾ ഖത്തർ ചർച്ച ചെയ്തു വരികയാണ്. ബ്രദർഹുഡ് അടക്കമുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള സഹായം നിർത്തലാക്കുക, ഇത്തരം പ്രതിലോമ തീവ്രവാദ വിഭാഗങ്ങളെ സഹായിക്കുന്ന അൽ ജസീറ TV അടച്ചുപൂട്ടുക, മേഖലയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ഇറാനുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധവും നിർത്തുക എന്നിവയാണ് പ്രധാന ഉപാധികൾ. കൂടാതെ തുർക്കിയുടെ സൈനിക സാന്നിധ്യം ഒഴിവാക്കണമെന്നും നഷ്ടപരിഹാരമായി തിട്ടപ്പെടുത്താത്ത തുക ഈട് നൽകണമെന്നും തുടങ്ങിയ 13 ഉപാധികൾ ഇപ്പോൾ ഖത്തറിന് മുന്നിലുണ്ട്. സൗദിയുടെയും UAEയുടെയും ഉപാധികൾ സംബന്ധിച്ച് ഖത്തർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്. ചാരപ്രവർത്തനം നടത്തിയെന്ന് കുൽഭൂഷൺ സമ്മതിച്ചതായി പാകിസ്ഥാൻ പുറത്തുവിട്ട വീഡിയോ ഇന്ത്യ നിഷേധിച്ചു. പശ്ചാത്തപിച്ച കുൽഭൂഷൺ ജാദവ് പാക് സൈനിക മേധാവിക്ക് ദയാഹർജി നൽകിയെന്ന പാക് അവകാശവാദവും ഇന്ത്യ തള്ളി. അന്താരാഷ്ട്ര കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പാക് സൈനിക നീക്കം അവസാനിപ്പിക്കണമെന്നും ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചു.
ഇന്ത്യൻ ചാരനെന്നാരോപിച്ച് കുൽഭൂഷൺ യാദവിനെ വധശിക്ഷയ്ക്ക് വിധിച്ച പാക് സൈനിക കോടതി ഉത്തരവ് അന്താരാഷ്ട്ര കോടതി സ്റ്റേ ചെയ്തതിനിടയിലാണ് ചാരപ്രവർത്തനം നടത്തിയെന്ന് കുൽഭൂഷൺ യാദവ് സമ്മതിച്ചെന്ന് അവകാശപ്പെട്ട വീഡിയോ പാകിസ്ഥാൻ പുറത്തുവിട്ടത്. ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ചാരപ്രവർത്തനം നടത്തിയെന്നും ചെയ്ത തെറ്റുകളിൽ പശ്ചാത്തപിക്കുന്നുവെന്നും പാക് സൈനിക മേധാവിക്ക് കുൽഭൂഷൺ യാദവ് ദയാഹർജി നൽകിയെന്നുമായിരുന്നു പാകിസ്ഥാൻ അവകാശപ്പെട്ടത്. എന്നാൽ കുൽഭൂഷൺ യാദവിന്റെ പേരിലുള്ള വീഡിയോയും ദയാഹർജിയും എന്ന പാക് വാദങ്ങൾ ഇന്ത്യ നിഷേധിച്ചു. അന്താരാഷ്ട്ര കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പാകിസ്ഥാൻ നീക്കം അവസാനിപ്പിക്കണമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാനെ അറിയിച്ചു. എന്നാൽ പട്ടാള കോടതി വിധി സ്റ്റേ ചെയ്ത രാജ്യാന്തര കോടതിയുടെ ഇടപെടലുമായി ദയാഹർജിക്ക് ബന്ധമില്ലെന്നാണ് പാക് സൈന്യത്തിന്റെ നിലപാട്. നാവികസേന ഓഫീസറായി 2003 വിരമിച്ച് ഇറാനിൽ വ്യാപാരം നടത്തിയിരുന്ന കുൽഭൂഷൺ യാദവിനെ ഇന്ത്യൻ ചാരനെന്നാരോപിച്ചാണ് പാകിസ്ഥാൻ സൈന്യം പിടികൂടിയത്. ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് കുൽഭൂഷൺ യാദവുമായി ബന്ധപ്പെടാനും പാകിസ്ഥാൻ അവസരം നൽകിയിരുന്നില്ല. ഇതിനിടയിലാണ് പുതിയ അവകാശവാദങ്ങളുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയതും ഇന്ത്യ പൂർണ്ണമായി നിഷേധിച്ചതും. ന്യൂസ് ബ്യൂറോ, ദില്ലി. മധ്യപ്രദേശിലെ ഇൻഡോറിൽ ആശുപത്രിയിലെ ഓക്സിജൻ വിതരണം നിലച്ചതിനെ തുടർന്ന് 11 പേർ മരിച്ചു. മരിച്ചവരിൽ 2 കുട്ടികളും ഉൾപ്പെടും. വ്യാഴാഴ്ചയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. സംഭവത്തെ തുടർന്ന് ആശുപത്രി അധികൃതർക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. മധ്യപ്രദേശ് ഇൻഡോറിലെ മഹാരാജ യശ്വന്ത്റാവു സർക്കാർ ആശുപത്രിയിലാണ് ദാരുണ സംഭവം. ആശുപത്രിയിലെ ഓക്സിജൻ വിതരണം നിലച്ച് 2 കുട്ടികളടക്കം 11 പേരാണ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിക്കും 4 ഇടയിൽ 15 മിനിറ്റോളം ഓക്സിജൻ വിതരണം തടസ്സപ്പെട്ടിരുന്നു. ഓക്സിജൻ കിട്ടാതെയോ മറ്റെന്തെങ്കിലും അവഗണനയാലോ ആണ് മരണം സംഭവിച്ചത് എന്ന ആരോപണം ഡിവിഷണൽ കമ്മീഷണർ സഞ്ജയ് ദുബെ നിരസിക്കുകയാണുണ്ടായത്. എല്ലാ വാർഡുകളും പരിശോധിച്ചെന്നും എവിടെയും ഓക്സിജൻ വിതരണത്തിൽ തടസ്സം നേരിട്ടിട്ടില്ലെന്നും ആവശ്യമുയർന്നാൽ ഇക്കാര്യത്തിൽ അന്വേഷണം നേരിടാൻ തയ്യാറാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. എന്നാൽ മാധ്യമപ്രവർത്തകർ ആശുപത്രിയിലെത്തിയപ്പോഴേക്കും മരിച്ചവരുടെ ഓക്സിജൻ വിതരണ രേഖകൾ അപ്രത്യക്ഷമായിരുന്നു. യാതൊരു പ്രശ്നവുമില്ലെന്ന മട്ടിലായിരുന്നു അധികൃതർ പെരുമാറിയത്. ചികിത്സാ ഫയൽ കാണണമെന്ന ആവശ്യവും അംഗീകരിക്കാൻ അധികൃതർ കൂട്ടാക്കിയില്ല. അതേസമയം ആശുപത്രിയിൽ പുലർച്ചെ 3 ഓക്സിജൻ വിതരണത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ജീവനക്കാരിൽ ചിലർ വെളിപ്പെടുത്തി. കൂട്ടമരണം സംഭവിച്ചതിന് പിന്നാലെ ഓക്സിജൻ പ്ലാന്റിലെ ഡ്യൂട്ടി രേഖകൾ ഉൾപ്പെടെ കാണാതായതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഓക്സിജനു പകരം നൈട്രജൻ നൽകിയതിനെ തുടർന്ന് 2016 2 കുട്ടികൾ ഇതേ ആശുപത്രിയിൽ മരിച്ചിരുന്നു. അധികൃതർ ആരോപണങ്ങളെല്ലാം പാടെ തള്ളിക്കളയുമ്പോഴും ആശുപത്രിക്കെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV.